എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2024 പ്രവേശന പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ +2 മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത മാർക്ക് പരിശോധിക്കുന്നതിനായിട്ട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഇന്ന് വൈകുന്നേരം 5 മണി വരെ വിദ്യാർത്ഥികൾക്ക് മാർക്ക് പരിശോധിക്കാവുന്നതാണ്. 2024 എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് വിദ്യാർത്ഥികളുടെ യോഗ്യതാ പരീക്ഷയുടെ +2 ഓർ തത്തുല്യം മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ ce.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ പരിശോധിക്കാൻ അല്ലെങ്കിൽ വ്യത്യാസമുള്ള പക്ഷം രേഖകൾ സമർപ്പിക്കുവാനായിട്ട് നിർദ്ദേശിച്ചിരുന്നു. അപ്രകാരം വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് സമർപ്പിച്ചതും എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ പരിഗണിക്കുന്നതുമായിട്ടുള്ള മാർക്ക് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വിദ്യാർത്ഥികൾക്ക് പരിശോധനയ്ക്കായിട്ട് www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. മേൽപ്പറഞ്ഞ വെബ്സൈറ്റിൽ 9/7/2024 വൈകിട്ട് 5 മണി വരെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മാർക്കുകൾ പരിശോധിക്കാവുന്നതാണ്. വെബ്സൈറ്റിലൂടെ നൽകിയിട്ടുള്ള കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്കിലൂടെ അപേക്ഷാർത്ഥികൾ അവരുടെ അപേക്ഷാ നമ്പർ, പാസ്വേഡ് എന്നിവ നൽകി ഹോം പേജിൽ പ്രവേശിച്ച ശേഷം +2 മാർക്ക് വെരിഫിക്കേഷൻ ഫോർ ENGG എന്ന മെനു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്ത് 2ാം വർഷ യോഗ്യതാ പരീക്ഷയിൽ നിശ്ചിത വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്ക്, പരമാവധി മാർക്ക്, പഠിച്ച ബോർഡ്, പാസ്സായ വർഷം എന്നിവ വെബ് പേജിൽ കാണിച്ചിട്ടുള്ള പ്രകാരം ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതാണ്. വെബ് പേജിൽ കാണിച്ചിട്ടുള്ള മാർക്ക് വിവരങ്ങൾ ശരിയാണെങ്കിൽ ഓരോന്നിനും നേരെയുള്ള നോ ചേഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് കറക്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പിക്കാവുന്നതാണ്. വെബ്സൈറ്റിൽ കാണിച്ചിട്ടുള്ള മാർക്ക് വിവരങ്ങൾ സംബന്ധിച്ച തിരുത്തലുകൾ ആവശ്യമുള്ള പക്ഷം തിരുത്തേണ്ട വിവരങ്ങൾക്കും നേരെയുള്ള ചേഞ്ച് റിക്വയർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതും അതുപോലെ തിരുത്തലുകൾ ആവശ്യമില്ലാത്തവയ്ക്ക് നോ ചേഞ്ച് എന്നും മാർക്ക് ചെയ്ത് തുടർന്ന് വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് മിസ്മാച്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതുമാണ്. അതിനുശേഷം തിരുത്തലുകളെ സാധൂകരിക്കുന്ന മാർക്ക് ലിസ്റ്റുകൾ വിദ്യാർത്ഥികൾ ഒരു PDF ആയി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. മാർക്കിൽ തിരുത്തലുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് തപാലിലോ നേരിട്ടോ ഇമെയിൽ മുഖേനയോ ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. മുൻ വിജ്ഞാപന പ്രകാരം അപ്ലോഡ് ചെയ്ത മാർക്ക് ലിസ്റ്റുകളിൽ അപാകതകൾ ഉണ്ടായിരുന്നവർക്ക് അവരുടെ മാർക്ക് ലിസ്റ്റുകൾ പരിശോധനാ വേളയിൽ ലഭ്യമാകുന്നതായിരിക്കില്ല. അവർ ആവശ്യമായിട്ടുള്ള മാർക്ക് ലിസ്റ്റുകൾ അപാകത ഇല്ലാതെ വ്യക്തമായ മാർക്ക് ലിസ്റ്റുകൾ വെബ് പേജിലൂടെ നിശ്ചിത സമയത്തിനകം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അല്ലാതെ പക്ഷം ഇത്തരം വിദ്യാർത്ഥികളുടെ നിലവിൽ ലഭ്യമായിട്ടുള്ള മാർക്കുകൾ അതേപടി റാങ്ക് ലിസ്റ്റിനായി പരിഗണിച്ച് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതാണ്. എന്നാൽ ഇത്തരം വിദ്യാർത്ഥികളുടെ റാങ്ക് തടഞ്ഞു വയ്ക്കുന്നതും ആണ്. അപ്പോൾ 9/7/2024 വൈകുന്നേരം 5 മണിക്കൂർ ലഭിക്കുന്ന മാർക്ക് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 2024 എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതായിരിക്കും. അതുപോലെ മാർക്ക് ലിസ്റ്റ് വിവരങ്ങൾ ഓൺലൈനായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്താത്ത വിദ്യാർത്ഥികളുടെയും തിരുത്തലുകൾ ആവശ്യമുള്ള പക്ഷം അവ തിരുത്താത്തവരുടെയും നിലവിലെ മാർക്കുകൾ അതേപടി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് പരിഗണിക്കുന്നതാണ്. ഒന്നിലേറെ രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്ത് ഒരു PDF ആക്കി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് പരിഗണിക്കപ്പെട്ട മാർക്കുകൾ, പാസ്സായ വർഷം, പഠിച്ച ബോർഡ് എന്നിവ പ്രവേശന സമയത്ത് കോളേജ് അധികാരികൾ പരിശോധിക്കുന്നതും ഈ ഒരു വിവരങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം കാണുന്ന പക്ഷം അത്തരം വിദ്യാർത്ഥികൾക്ക് പ്രവേശനത്തിന് അയോഗ്യരാക്കുന്നതും ആയിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you for watching.